അദ്ധ്യായം 5. പുസ്തകങ്ങളും ശ്മശാനങ്ങളും നമ്മോട് എന്താണ് പറയുന്നത്? ലോകമെമ്പാടും അറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥം വേദങ്ങളാണ്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെടുന്ന ലഭ്യമായ ഏറ്റവും പഴക്കം ചെന്ന സാഹിത്യ സ്രോതസ്സാണ് വേദങ്ങൾ. വേദങ്ങൾ. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഋഗ്വേദമാണ് ഏറ്റവും പഴയ ഗ്രന്ഥം. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് രചിക്കപ്പെട്ടത്. ഇതിലെ ശ്ലോകങ്ങൾ ഋഷിവര്യന്മാരാൽ കമ്പോസ് ചെയ്യപ്പെട്ടവയാണ്. ഇതിലെ കീർത്തനങ്ങൾ എഴുതപ്പെടുന്നതുവരെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകർക്കപ്പെട്ടു. ഇതിലെ സ്തുതികൾ ഇന്ദ്രൻ അഥവാ യോദ്ധാവിൻ്റെ ദൈവം, അഗ്നി അഥവാ അഗ്നിയുടെ ദൈവം, വരുണൻ അഥവാ ആകാശത്തിൻ്റെ ദൈവം തുടങ്ങിയ നിരവധി ദൈവങ്ങളെ സ്തുതിക്കുന്നവയാണ്. ചരിത്രകാരന്മാർ എങ്ങനെയാണ് ഋഗ്വേദം പഠിക്കുന്നത്? ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ചരിത്രകാരന്മാർ ലിഖിത സ്രോതസ്സുകൾ പരിശോധിച്ചു. അവർ ഋഗ്വേദം പഠിച്ചു. ഋഗ്വേദത്തിൽ മിക്കതും ശ്ലോകങ്ങളായിരുന്നു. നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ ചരിത്രകാരന്മാർ ഈ സംഭാഷണങ്ങൾ വിശകലനം ചെയ്തു. ഋഗ്വേദം പ്രാർത്ഥനകളെയും യുദ്ധങ്ങളെയും കുറിച്ച് നമ്മോട് എന്താണ് പറയുന്നത്? ഋഗ്വേദത്തിലെ മിക്ക പ്രാർത്ഥനകളും കന്നുകാലികൾക്കും കുട്ടികൾക്കും കുതിരകൾക്കും വേണ്ടിയുള്ളതാണ്. കുതിരകളെ രഥങ്ങളിൽ കയറ്റുകയും യുദ്ധത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. കന്നുകാലികൾ, ഭൂമി, മേച്ചിൽപ്പാടങ്ങൾ, വെള്ളം, ആളുകൾ എന്നിവയെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു യുദ്ധങ്ങൾ. സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചു. നെയ്, ധാന്യങ്ങൾ, അപൂർവ മൃഗങ്ങൾ എന്നിവ അഗ്നിയിലിട്ട് ദേവന്മാർക്ക് സമർപ്പിച്ചു. രാഷ്ട്രീയ ജീവിതം. ഈ മഹർഷിയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് വേദങ്ങളിൽ പറയുന്നുണ്ട്. രാഷ്ട്രത്തലവനെ രാജ എന്ന് വിളിച്ചിരുന്നു. രാജയ്ക്ക് തലസ്ഥാനമോ കെട്ടിടങ്ങളോ സൈന്യങ്ങളോ നികുതി പിരിക്കാനുള്ള അവകാശങ്ങളോ ഇല്ലായിരുന്നു. തൊഴിലുകൾ. കൃഷി, കന്നുകാലി വളർത്തൽ, രഥനിർമ്മാണം, മൺപാത്ര നിർമ്മാണം, ആഭരണങ്ങൾ ഉണ്ടാക്കൽ, ലോഹപ്പണി എന്നിവയായിരുന്നു ഈ കാലത്തെ പ്രധാന തൊഴിലുകൾ. ദാസാസ് അഥവാ ദാസ്യൂസ്, അടിമകൾ. ആര്യന്മാർ വേദങ്ങൾ രചിച്ചപ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ വേദങ്ങളെ എതിർത്തു. അവരെ ദാസന്മാർ അഥവാ അടിമകൾ എന്ന് വിളിച്ചിരുന്നു. സാമൂഹിക വ്യത്യാസങ്ങൾ. ശവകുടീരങ്ങൾ അഥവാ ശ്മശാനങ്ങൾ. ഒരു അസ്ഥികൂടം ഉപയോഗിച്ച് കണ്ടെത്തിയ വസ്തുക്കൾ ഒരുപക്ഷെ മരിച്ച വ്യക്തിയുടേതാണെന്ന് പുരാവസ്തു ഗവേഷകർ അനുമാനിക്കുന്നു. ബ്രഹ്മഗിരിയിൽ ഒരു അസ്ഥികൂടത്തിൽ 33 സ്വർണ്ണമുത്തുകൾ, 2 കല്ലുമുത്തുകൾ, 1 ശംഖ് എന്നിവ അടക്കം ചെയ്തു. എന്നാൽ മറ്റ് അസ്ഥികൂടങ്ങളിൽ ഒരു പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടക്കം ചെയ്യപ്പെട്ട ആളുകൾക്കിടയിൽ പദവിയിലുള്ള വ്യത്യാസം ഇത് കാണിക്കുന്നു. ചിലർ സമ്പന്നരും മറ്റു ചിലർ ദരിദ്രരുമായിരുന്നു. ചില മേഘാലിത്തുകൾക്ക് ഒന്നിലധികം അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. ഇത് ഒരു കുടുംബത്തിൽപ്പെട്ട ജനങ്ങളെ പല സമയങ്ങളിൽ അടക്കിയതാണ് എന്ന് കരുതപ്പെടുന്നു. ഇനാംഗാവിൽ പ്രത്യേക ശ്മശാനങ്ങൾ ഉണ്ട്. മൃഗങ്ങളെ ഭക്ഷണത്തിനായി ഉപയോഗിച്ചു. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള മികച്ച മാർഗത്തെക്കുറിച്ച് അസ്ഥികൂട പഠനങ്ങൾ നമ്മോട് പലതും പറയുന്നു.